ഇത് നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. സാധാരണ നമ്മൾ ചിക്കൻ കുറുമ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണ ചിക്കൻ കുറുമയിൽ തേങ്ങാപ്പാൽ ചേർക്കാണ്ടാണ് ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കേടാവുകയും ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ നല്ല തിക്കായിട്ടുള്ളതൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും അത് പെട്ടെന്ന് കേടുവരും. അപ്പം നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ കുറച്ച് ചെറിയ പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 സവോള എടുത്തിട്ടുണ്ട്. ഈ സവോള നല്ല കനം കുറച്ചിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി എടുക്കുക. പിന്നെ ഇഞ്ചി വേണം. ഞാനിവിടെ ഇത്രയ്ക്ക് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഇതേപോലത്തെ 2 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കണില്ലല്ലോ. അപ്പോൾ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കശുവണ്ടിയാണ് ചേർക്കുന്നത്. കശുവണ്ടി ഇതേപോലെ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ പിടി കശുവണ്ടി എടുക്കുക. ഞാനിവിടെ വറുക്കാത്ത കശുവണ്ടിയാണ് എടുത്തേക്കുന്നത്. അത് വറുത്ത കശുവണ്ടി ആയിരുന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ കുറച്ച് കൂടുതൽ ചേർക്കണം. ഇതേപോലെ ഇങ്ങനെ ഈ 4 വിരലും കൂട്ടി പിടിച്ചിട്ട് നമുക്ക് എന്തോരം കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കുള്ള കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണ എടുക്കാമെന്നുണ്ടെങ്കിൽ തന്നുണ്ട്. ഇതൊരു 8 കറിയാമ്പൂ ഉണ്ട്. കറിയാമ്പൂ ഒരുപാട് ചേർക്കണ്ട. ഏലക്കായാണ് കൂടുതൽ ചേർക്കേണ്ടത്. പിന്നെ 2 തക്കോലം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ വലിയ ടൈപ്പ് തക്കോലാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് പെരിഞ്ചീരകം വേണം. പെരിഞ്ചീരകം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മസാലയാണ് ഈ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. നമ്മൾ ആ തക്കാളിക്ക് വഴറ്റാൻ പോണതിന് മുമ്പ് തന്നെ ഏറ്റവും ആദ്യം ഇത് നമ്മളൊന്ന് ചൂടാക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചേർക്കാം. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും മുളപ്പൊടികളും ഞാനിതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ കുറുമ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ട് എടുക്കണം. പിന്നെ പച്ചമുളക് ഒന്ന് കീറിയിട്ടിടണം. സവോള നല്ല കനം കുറച്ചിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടിടണം. തക്കാളി ആയിരുന്നാലും കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യുക. ഇനി ഇതിലേക്ക് കശുവണ്ടി ചേർക്കാം. അപ്പോൾ കാഷ്നട്ട് ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് നമ്മളിവിടെ മുഴുവനായിട്ട് ഗരം മസാല എടുത്ത് വെച്ചില്ലേ, അത് ചേർക്കുക. ഈ ഗരം മസാല കരിഞ്ഞു പോവാണ്ട് നോക്കണം. ഇതും ഈ ഓയിലിൽ കിടന്നിട്ട് ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കുക. അപ്പോൾ അത് മുരിഞ്ഞിട്ടുണ്ട്. അത് കരിഞ്ഞു പോകരുത്. ജീരകമൊക്കെ പെട്ടെന്നാണ്ട് കരിഞ്ഞു പോകും. ഈ സവോളയ്ക്ക് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. സവോളയ്ക്ക് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. ഈ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഈ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. ആ മഞ്ഞളിൻ്റെ ആ പച്ച കുത്ത് പോകണം. നല്ല മഞ്ഞൾ മൊരിഞ്ഞതിൻ്റെ നല്ലൊരു മണം വരണം. തീ എങ്ങാനും കൂട്ടിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടി കണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി ഒരുപാട് ചേർക്കണ്ട. ഇത് കറികളിലേക്ക് മല്ലിപ്പൊടി കുറേ ചേർത്താലും ചിലപ്പോൾ ചില കറിക്കൊക്കെ ഒരു കൈപ്രസം വരും. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ മല്ലി ഞാനിവിടെ വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് മിയ കിച്ചൻ്റെ തന്നെ ബിഗിനേഴ്സ് കുക്കിംഗ് വിത്ത് മിയ കിച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ റെസിപ്പികളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് ഒരു 11 റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ മസാലപ്പൊടികളൊക്കെ എങ്ങനെ പൊടിച്ചെടുക്കണമെന്നുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ടൈപ്പ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലകളൊന്നും കരിഞ്ഞു പോകാണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. മസാല എങ്ങാനും കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനകത്ത് ഇപ്പോൾ മസാലയാണ് കൂടുതൽ, തക്കാളി വളരെ കുറവുള്ളൂ. അപ്പോൾ തക്കാളിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വന്നതും ഭയങ്കര കുറവായിരിക്കും. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മസാലയ്ക്ക് അടിയിൽ പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും നടുക്കായിട്ടാണ് വെക്കുന്നത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം. ഇത് മൂടി വയ്ക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്തു. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് തക്കാളി വെന്ത് ഉടഞ്ഞു വരും. അപ്പോൾ ഇതിനകത്ത് തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല നന്നായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. അത് അരച്ചെടുക്കുമ്പോൾ ഇത് അരഞ്ഞെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയും ചേർത്തിട്ട് വേണം ഇത് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയും വേണം. മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജാറിലുണ്ടായിരുന്ന മസാല നമ്മൾ ആ ചിക്കൻ കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ചേർത്തു. ഇനി അത് കുറച്ചും കൂടി ഉണ്ട്. ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഇപ്പോൾ ടോട്ടൽ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. 1 ഗ്ലാസ് അരയ്ക്കാനും എടുത്തു, 1 ഗ്ലാസ് ഇപ്പോൾ ജാറിലേക്കും ചേർത്തു. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിലും പിന്നെ ഈ ബ്ലേഡിമൊക്കെ പിടിച്ചിരിക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോരും. അപ്പോൾ ഞാനിതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇനി ഈ അരപ്പിലേക്കാണ് നമ്മൾ ചിക്കൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. ഈ അരപ്പിൽ കിടന്നിട്ട് വേണം ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. ഈ ചിക്കൻ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും അത്യാവശ്യം കുറച്ച് വെള്ളം വരും. പിന്നെ ചിക്കൻ കുറുമയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഗ്രേവിയിൽ ഇരിക്കരുതല്ലോ, ചെറുതായിട്ട് തിക്കായിട്ട് ഇരിക്കുകയും വേണം. ഇത് അടുപ്പത്തേക്ക് വയ്ക്കുക. ഈ തീ ഓണാക്കുക. ഈ കറി മൂടി വയ്ക്കുക. പിന്നെ നിങ്ങൾ ഈ കറി മൂടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് കറി ഇളക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കണം. കാരണം ഇപ്പം ഇതിനകത്ത് ഈ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഈ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിലേക്കും അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് അടിയിൽ പിടിക്കണുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അടിയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് മൂടി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ വലിയ ബർണറാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ കാഷ്നട്ടൊക്കെ അരച്ച് ചേർത്തേക്കാണ് ഈ ഇതിനകത്ത് ഈ അരപ്പൊക്കെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും അടിയിൽ പിടിക്കും. ഇതേപോലെ നിങ്ങൾ കറി വയ്ക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഇത് ചെറുതായിട്ടൊക്കെ നമ്മുടെ കൈമേക്ക് ഇങ്ങനെ തെറിക്കും. ഇപ്പോൾ ഞാനിതിവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അത് നിങ്ങൾ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോൾ ഇതേപോലെ നന്നായിട്ട് തീ കുറച്ചങ്ങോട്ട് ഇട്ടേക്കാം. അപ്പോൾ അത് അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് അതിനകത്ത് ആ ഓയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരണം. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സമയത്തും തീ കൂട്ടി വയ്ക്കരുത്. ഇടയ്ക്ക് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടാണ്ട് മൂടി വെച്ചേക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ കറിയിൽ ഓയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം.
ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച വരെ ഇത് കേടാവാണ്ടിരിക്കും. കാരണം ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ലല്ലോ. പിന്നെ ഇതിനകത്ത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, കുബൂസിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരു സമയത്തും കൂട്ടി വയ്ക്കരുത്.